ഹലോ, അസ്സാം വലൈക്കും. നമുക്കിന്നൊരു കുനാഫ് റെഡിയാക്കി എടുക്കണ്ടേ. ഒരു പാത്രത്തേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആൻഡ് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നന്നായിട്ട് മിക്സ് ആക്കാം. കപ്പ് ക്രീം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് മിക്സ് മിക്സ്. ഇനി 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് മിക്സ് മിക്സ്. മിക്സ് 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 മിക്സ്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തിക്കായി വരുന്നവരെ മിക്സ് ആക്കാം. ഈ ഒരു പരുവത്തിലായി എടുക്കണം കേട്ടോ. മിക്സാക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. നമ്മുടെ കുനാഫക്കുള്ള ഒരു ക്രീം റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ്. ഈ ഒരു ക്രീം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം മിക്സ് ആക്കി കൊടുക്കാം. ഇത് നമ്മൾ ഫ്രീസാക്കി വെച്ചിരുന്ന ഒരു കുനാഫ ഡോ ആണ് കേട്ടോ. ഇത് നമ്മൾ 2 മണിക്കൂർ പുറത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ പോലെ ഇരിക്കും, പക്ഷെ ഇത് ഇടിയപ്പത്തിൻ്റെ മാവല്ല കേട്ടോ. നമ്മളെ പൊടിയുന്നൊരു രീതിയാട്ടോ. നല്ല സോഫ്റ്റ്നെസ് ആണ് കേട്ടോ ഇതിന്. നമ്മളൊരു ബൗളിലേക്ക് ഇത് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ബൗളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ച് ചീന്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുനാഫ ഡോ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 1/2 കപ്പ് ബട്ടർ മെൽറ്റാക്കിയതൊന്ന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. മിക്സ് മിക്സ് മിക്സ്. കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബട്ടർ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുനാഫ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് പ്രസ് പ്രസ്. ഇതൊരു അറേബ്യൻ ഡെസേർട്ടാണ് കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി പ്രസ് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ, അത് നമ്മൾ കുനാഫ ഡോയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് ഇത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി കൊടുക്കാം. നമുക്കൊന്ന് ഒന്നും കൂടി നമ്മുടെ കുനാഫ ഡോ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഇതാക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച്, പക്ഷേ ആ ക്രീമിന് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതാക്കി കൊടുത്തോ. പക്ഷെ കുനാഫ ഡോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് കുനാഫ അതിലുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുനാഫ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ കുനാഫ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 200 ഷെൽസ് നമുക്ക് 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ടെമ്പറേച്ചറിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്.
നമ്മുടെ ഓവനൊന്ന് ക്ലോസ് ആക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 45 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പം നമ്മുടെ കുനാഫ കണ്ടില്ലേ, എന്ത് ക്രിസ്പി ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ. നമുക്ക് നമ്മുടെ കുനാഫേൻ്റെ മുകളിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നമ്മൾ 1 ടീസ്പൂൺ റോസ് വാട്ടറും നമ്മുടെ 1 ഏലക്കായും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ മേലേക്കൊന്ന് എല്ലാ സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ്നെസ് ആയിട്ടുള്ളൊരു കുനാഫയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിസ്ത ആൻഡ് കാഷ്നട്ട് ആട്ടോ. അത് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റൗണ്ടിലാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നതുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കുനാഫ ഇവിടെ ഒന്ന് സേവ് ചെയ്യാം. നല്ല ക്രിസ്പി ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്യാതിരിക്കരുത്, നല്ല സൂപ്പറാണ്.